ഗസയിൽ ഇസ്രായേൽ സൈനിക ഓപ്പറേഷൻ കടുപ്പിച്ചതിന് പിന്നാലെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് അസാധാരണമായ നീക്കങ്ങളാണ് നടക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലുമായുള്ള വ്യാപാര കരാർ റദ്ദാക്കാനുള്ള നീക്കത്തിലാണ്. ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകാനുള്ള സുപ്രധാനമായ നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ബ്രിട്ടനും ജർമ്മനിയും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജിയോ പൊളിറ്റിക്കൽ ഗാർഡിയനെ പോലെ ഇസ്രായേലിനെ കരുതുന്ന അമേരിക്ക തന്നെ അവരെ അവഗണിച്ചുകൊണ്ടുള്ള പരസ്യമായ നടപടികളിലേക്കും കടന്നു കഴിഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേൽ സഖ്യരാഷ്ട്രങ്ങളും ഇത്രയും പരസ്യമായി അവർക്കെതിരെ നിലപാട് പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമായാകും. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിർണായകമാകാൻ പോകുന്ന ഫലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനത്തിനായുള്ള ചർച്ചകളും ആലോചനകളുമാണ് അണിയറയിൽ സജീവമായി നടക്കുന്നത്. സഖ്യകക്ഷികൾ തന്നെ വിമർശകരായി മാറുമ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ ഇസ്രായേലിന്റെ ഭാവി എന്താകും? വിശദമായി പരിശോധിക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയാണ് ബ്രിട്ടനും ഫ്രാൻസും കാനഡയും ചേർന്ന് ഇസ്രായേലിനെതിരെ അസാധാരണമായൊരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കുന്നത്. ഗസയിൽ ആക്രമണം കടുപ്പിക്കാനുള്ള IDF തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ഒപ്പുവെച്ച ആ പ്രസ്താവന. പരിമിതമായ ഭക്ഷണ സാധനങ്ങളെ ഗസയിലേക്ക് കടത്തിവിടൂ എന്നായിരുന്നു ഇസ്രായേൽ അറിയിച്ചിരുന്നത്. ഫലസ്തീനികളോട് ഗസ ഒഴിയാൻ നിർബന്ധിച്ചുകൊണ്ട് ഇസ്രായേൽ വൃത്തങ്ങൾ നടത്തിയ മ്ലേച്ഛമായ ഭാഷയെയും സംയുക്ത പ്രസ്താവനയിൽ അവർ അപലപിച്ചിരുന്നു. ഫലസ്തീൻ രാഷ്ട്രവും ദ്വിരാഷ്ട്ര ഫോർമുലയും മാത്രമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്നും പ്രസ്താവന സൂചിപ്പിക്കുന്നുണ്ട്. ദ്വിരാഷ്ട്രം മാത്രമാണ് പരിഹാരമെന്നാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതിന് പ്രവർത്തനക്ഷമമായ ഫലസ്തീൻ അതോറിറ്റിയും വേണം. അതിനായി ഫ്രാൻസിന്റെയും സൗദി അറേബ്യയുടെയും അധ്യക്ഷതയിൽ ന്യൂയോർക്കിൽ നടക്കാനിരിക്കുന്ന കോൺഫറൻസുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും ബ്രിട്ടീഷ്, ഫ്രഞ്ച്, കാനഡ നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. ഇസ്രായേലുമായുള്ള വ്യാപാര കരാർ റദ്ദാക്കാൻ യൂറോപ്യൻ യൂണിയൻ നീക്കം നടത്തുന്നതും ഇതിനിടയിലാണ്. നെതർലൻഡ്സ്, ഫ്രാൻസ്, ബെൽജിയം, ഡെൻമാർക്ക്, അയർലൻഡ്, നോർവേ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഇസ്രായേലിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. കരാർ റദ്ദാക്കണമെങ്കിൽ മുഴുവൻ അംഗരാജ്യങ്ങളുടെയും അംഗീകാരം വേണം. ഇതിനായുള്ള ലോബിയിങ് നീക്കങ്ങളും അണിയറയിൽ പുരോഗമിക്കുകയാണ് എന്നാണ് വിവരം. 27 അംഗ യൂറോപ്യൻ യൂണിയനിൽ 17 രാജ്യങ്ങളും കരാർ റദ്ദാക്കാനുള്ള നീക്കത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഫ്രഞ്ച് വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ജർമ്മനി, ഹംഗറി, ചെക്ക് റിപ്പബ്ലിക് ഉൾപ്പെടെയുള്ള ഏതാനും രാജ്യങ്ങൾ ഏകപക്ഷീയമായ നടപടി പാടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. അടുത്ത മാസം പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട നിർണായകമായൊരു കോൺഫറൻസിന് അമേരിക്ക വേദിയാകാനിരിക്കുകയാണ്. ജൂൺ 17 മുതൽ 20 വരെയാണ് ഫ്രാൻസിന്റെയും സൗദി അറേബ്യയുടെയും ആഭിമുഖ്യത്തിൽ ന്യൂയോർക്കിൽ കോൺഫറൻസ് നടക്കുന്നത്. ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകാനുള്ള സുപ്രധാന ചുവടുവെപ്പുകൾ ഈ പരിപാടിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അമേരിക്കയിലാണ് പരിപാടി നടക്കുന്നതെങ്കിലും തങ്ങൾ പങ്കെടുക്കില്ല എന്ന് US വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗം യൂറോപ്യൻ രാജ്യങ്ങളും തീരുമാനത്തെ പിന്തുണച്ചേക്കും. ഫലസ്തീൻ രാഷ്ട്രം ഉൾപ്പെടുന്ന ദ്വിരാഷ്ട്ര ഫോർമുലയ്ക്ക് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളുടെയും മറ്റു ലോകരാജ്യങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയാണ് സമ്മേളനം. അതിനിടെ ഗസയിലേക്കുള്ള മാനുഷിക സഹായം തടഞ്ഞ ഇസ്രായേൽ നടപടിയിൽ നാറ്റോ അംഗമായ സ്വീഡനും ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. സ്റ്റോക്ക്ഹോമിലെ ഇസ്രായേൽ അംബാസിഡറെ വിളിപ്പിക്കുമെന്ന് സ്വീഡൻ അറിയിച്ചിട്ടുമുണ്ട്. ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സൺ പ്രതികരിക്കുന്നത്. അതേസമയം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ കൂടുതൽ അധിനിവേശ നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഏകപക്ഷീയമായ നടപടികളിലേക്ക് പോകാൻ ഇസ്രായേൽ നിർബന്ധിതരാകും. വെസ്റ്റ് ബാങ്കിന്റെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചാൽ വെസ്റ്റ് ബാങ്കിലെ സി ഏരിയ കൂടി പിടിച്ചെടുത്താകും ഇസ്രായേൽ തിരിച്ചടിക്കുകയെന്നാണ് ഭീഷണി. സമാനമായ സന്ദേശം തന്നെയാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാറും വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ബ്രിട്ടീഷ്, ഫ്രഞ്ച് വിദേശകാര്യ തലവന്മാരെ വിളിച്ചാണ് ഇക്കാര്യം അറിയിച്ചതെന്നാണ് ഇസ്രായേൽ ഹയവും റിപ്പോർട്ട് ചെയ്യുന്നത്. വെസ്റ്റ് ബാങ്കിന്റെ സ്വയംഭരണാവകാശം അവസാനിപ്പിക്കും, ജോർദാൻ വാലിയുടെ ഭാഗങ്ങളും നിയന്ത്രണത്തിലാക്കുമെന്നും ഇസ്രായേൽ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.